Namaskaram. Welcome to another class from Rasatantra Academy. Develop your chemistry with chemistry. Myself Annie Smitha. Part 1 NCERT syllabus plus 1 chemistry le some basic concepts in chemistry എന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 5th പാർട്ട് laws of chemical combinations ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. laws of chemical combinations, നിയമങ്ങൾ. കെമിക്കൽ കോമ്പിനേഷൻസ് ചില നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് ഈ നിയമങ്ങൾ എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് ലോ ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോയാണിത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. വാട്ട് ഡസ് ഇറ്റ് സേ? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഈ ലോ പ്രപ്പോസ് ചെയ്തത് എൻറ്റോയിൻ ലവോയ്സിയർ. മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. അപ്പം ഇത് നമ്മുടെ കെമിക്കൽ കോമ്പിനേഷൻസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദ്യം. കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് പരസ്പരം റിയാക്ട് ചെയ്യുന്നു. എങ്ങനെ? കെമിക്കലി അല്ലേ? കെമിക്കലി എന്ന് പറയുമ്പോൾ അവിടെ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് പുതിയ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നു. റിയാക്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആറ്റംസിൻ്റെ ഇടയിലുള്ള പഴയ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റിൽ പുതിയ ബോണ്ട്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആറ്റംസ് അങ്ങനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ടീച്ചർ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കോളൂ. വാട്ടറിൻ്റെ ഫോർമേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 2H2 + O2 ഗിവിങ് 2H2O. ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ റിയാക്ടൻസ് ആണ്, പ്രോഡക്റ്റ് വാട്ടറാണ് അല്ലേ? ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും നിങ്ങൾക്ക് വാട്ടറിൽ കാണാം. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും അവിടെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു അല്ലേ? ഹൈഡ്രജൻ മോളിക്യൂളിൽ ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലായിരുന്നു ബോണ്ടിങ്. ഓക്സിജൻ മോളിക്യൂളിൽ ഓക്സിജൻ ആറ്റംസ് തമ്മിലായിരുന്നു ബോണ്ടിങ്. അത് ബ്രേക്ക് ചെയ്തു, റിയാക്ടൻസിൽ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് വാട്ടർ എന്ന പ്രോഡക്റ്റായി മാറിയപ്പോൾ HOH, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. മറ്റൊരു ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. HOH എന്നുള്ള വാട്ടർ മോളിക്യൂള് ഫോം ചെയ്തു. അപ്പോൾ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റീഓർഗനൈസേഷൻ അല്ലേ? ആറ്റംസിൻ്റെ ഒരു റീഓർഗനൈസേഷനാണ്. അല്ലാതെ ആറ്റംസ് അവിടെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇനി മാസ് നോക്കൂ നിങ്ങൾ. 2H2, ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് 1 gram ആണ്. ഇപ്പോൾ 2H2 എന്ന് പറയുമ്പോൾ 4 gram ഹൈഡ്രജൻ ഇസ് റിയാക്ടിങ്. ഓക്സിജൻ്റെ ആറ്റമിക് മാസ് 16 gram ആണ്. ഇവിടെ 1 മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. 16 × 2 32 grams. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 18 gram കിട്ടും. 2 മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് 2 × 18 36 gram. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ മാസ് 36 gram ആണ്. റിയാക്ടൻസിൻ്റെ ടോട്ടൽ മാസ് 4 gram + 32 gram again 36 gram. മാസ് ഇസ് കൺസേർവ്ഡ്. കെമിക്കൽ റിയാക്ഷൻസ് ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോൾ ബാലൻസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. മാസ് ഷുഡ് ബി കൺസേർവ്ഡ്. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ ഓർ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ലോ. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഈ ലോ പറയുന്നത് ഇതാണ്: എ ഗിവൻ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ ദിയർ വെയ്റ്റ്സ്. അതായത് ഒരു കോമ്പൗണ്ടിൽ എപ്പോഴും ആ കമ്പൈൻ ചെയ്തിരിക്കുന്ന എലമെൻസിൻ്റെ വെയ്റ്റിൻ്റെ പ്രപ്പോർഷൻ സെയിം ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന്. ഇവിടെ എക്സാമ്പിളായിട്ട് ടീച്ചർ എടുത്തിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് എന്ന കോമ്പൗണ്ടാണ്. കാർബൺ ഡയോക്സൈഡിൽ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റംസും ആണ് ഉള്ളത്. കാർബണിൻ്റെ മാസ് 12 grams, ഓക്സിജൻ്റെ മാസ് 32 grams. ടോട്ടൽ 16 gram ആണ് ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്. ഇവിടെ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 32 grams. മനസ്സിലായല്ലോ? ലോ പറയുന്നത് കാർബൺ ഡയോക്സൈഡിൽ എ ഗിവൻ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ്
the same proportion of elements by weight. കാർബൺ ഡയോക്സൈഡിൽ എപ്പോഴും 12 grams കാർബണും 32 grams ഓക്സിജനുമാണ് ഒരു ഗിവൻ മോളിക്യൂളിൽ ഉണ്ടാവുക. അതെങ്ങനെ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ടീച്ചർ. 3 രീതിയിൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. ആദ്യത്തേത് നോക്കൂ. ഇറ്റ് ഈസ് ബേണിംഗ് ഓർ കമ്പസ്റ്റ്യൻ ഓഫ് മീതെയിൻ. മീതെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോർമുല ഇസ് CO2. അടുത്ത റിയാക്ഷനിൽ കാൽഷ്യം കാർബണേറ്റ് ഇസ് റിയാക്ടിംഗ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാർബൺ ഡയോക്സൈഡ് ഇസ് അഗൈൻ evolved in the process. CO2 is the formula of the compound. ഇനി കാർബൺ ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തും കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. there also the formula is CO2. അപ്പോൾ എപ്പോഴൊക്കെ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുമ്പോഴും കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്ന പ്രൊപ്പോർഷൻ ഇസ് ദ സെയിം, ദാറ്റ് ഇസ് 12 grams with 32 grams. മനസ്സിലായല്ലോ? ഇതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് ലോ ഇസ് ദി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വെൻ 2 elements, ഇവിടെ 2 elements എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം 2 elements. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ഓക്സിജനും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ടീച്ചർ. വെൻ ദ same 2 elements combine to form 2 or more compounds, then the masses of one element which combines with fixed mass of the other element is always in simple whole number ratio. ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഉദ്ദേശിക്കുന്നത് ഇതാണ്, 2 സെയിം എലമെൻറ്റ്സ്, ടീച്ചർ ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഹൈഡ്രജനും ഓക്സിജനും, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ് ടീച്ചർ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒന്ന് വാട്ടർ. ഫസ്റ്റ് റിയാക്ഷനിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ റിയാക്ഷനിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് സെയിം 2 elements അല്ലേ? നമ്മുടെ ലോ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് 2 കോമ്പൗണ്ടിലും ഫിക്സഡ് ആണ്. ഇഫ് യു ടേക്ക് ദിസ് എക്സാമ്പിൾ യു ക്യാൻ സീ ദാറ്റ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഫിക്സഡ് H2. 2 ഇക്വേഷൻസിലും നിങ്ങൾക്ക് H2 എന്ന് തന്നെയാണ് കാണുന്നത്. isn't it? 2 grams ഹൈഡ്രജൻ. അതേസമയം ദി അതർ എലമെൻറ്റ് ഓക്സിജൻ്റെ മാസ് സെയിം അല്ല. ഓക്സിജൻ്റെ മാസും സെയിം ആണെങ്കിൽ യു ഗെറ്റ് ദി സെയിം കോമ്പൗണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ദ മാസസ് ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഓക്സിജൻ്റെ മാസ് 16 gram ആണെങ്കിൽ സെക്കൻഡ് കോമ്പൗണ്ടിൽ ഓക്സിജൻ്റെ മാസ് 32 grams ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള മാസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ഇറ്റ് ആസ് 1:2. ഇതാണ് നമ്മുടെ ലോ പറഞ്ഞത്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നൈട്രജനും ഓക്സിജനും ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, N2O3. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ക്യാൻ ബി ഫോംഡ്. ദേ ഓൾസോ ഫോളോസ് ദ സെയിം ലോ കേട്ടോ. ഏത് 2 എലമെൻറ്റ്സും 2 or more കോമ്പൗണ്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ബാധകമാണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഗെയ്-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ് ആണ് അടുത്ത ലോ. ഇത് പ്രപ്പോസ് ചെയ്തത് ജോസഫ് ലൂയിസ് ഗെയ്-ലുസാക്ക്. ലോ എന്താണെന്ന് നോക്കാം. ഗ്യാസസിനെ കുറിച്ചുള്ള ലോ ആണ്. വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ they always do so in simple whole number ratio of their volumes provided they are at the same temperature and pressure. അപ്പോൾ ഇത് പറയുന്നത് ഇതാണ്, ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോഴും ഒരു റിയാക്ഷനിൽ പ്രോഡക്ട്സ് ആയിട്ട് ഫോം ചെയ്യുമ്പോഴും അവരെപ്പോഴും അവരുടെ വോളിയൂംസിൻ്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസിലാണ് ഫോം ചെയ്യുന്നതും കമ്പൈൻ ചെയ്യുന്നതും. പ്രൊവൈഡഡ് ദേ ആർ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരേ പ്രഷറിലും ഒരേ ടെമ്പറേച്ചറിലും ആണെങ്കിലാണ് ഈ രീതിയിൽ കമ്പൈൻ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈനിങ് വിത്ത്
oxygen gas to form H2O, steam, 100 ml hydrogen ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ it reacts with only 50 ml of oxygen as per the stoichiometry. 100 ml water is formed. ഈ ഇക്വേഷൻ്റെ stoichiometry ശ്രദ്ധിക്കൂ. 1 mole of hydrogen is reacting with half a mole of oxygen to form 1 mole of water. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ ആണ് ഈ കാണിക്കുന്നത്. 100 ml hydrogen is reacting with 50 ml oxygen to form 100 ml water. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ, അവരുടെ വോളിയംസിൻ്റെ റേഷ്യോ ഇസ് 2:1. ഇതാണ് ഗേ-ലുസാക്സ് ഗേഷ്യസ് വോളിയം പറയുന്നത്. ലാസ്റ്റ് ലോ ആണ് നമ്മൾ പഠിക്കുന്നത്, അവഗാഡ്രോസ് ലോ. ഇത് പ്രപ്പോസ് ചെയ്തത് അമീഡിയോ അവഗാഡ്രോ. ലോ ഇതാണ്: under the same conditions of temperature and pressure, equal volumes of all gases contains equal number of molecules. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആകുമ്പോൾ ഈക്വൽ വോളിയൂംസ് ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസും ഉണ്ട്. നമുക്ക് രണ്ടുപേരെയും നമ്മൾ 2 സിലിണ്ടേഴ്സിൽ വെച്ചിട്ടുണ്ട്. 100 ml ഹൈഡ്രജൻ ഗ്യാസും 100 ml ഓക്സിജൻ ഗ്യാസും സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും. ഇനി ഇവരുടെ മോളിക്യൂൾസിൻ്റെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 ml ഹൈഡ്രജൻ ഗ്യാസിൽ സപ്പോസ് 2000 മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കും. 100 ml ഓക്സിജൻ ഗ്യാസിലും യു വിൽ ഗെറ്റ് ദി സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്, ദാറ്റ് ഇസ് 2000 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഓൾസോ വിൽ ബി പ്രസൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും ഗ്യാസിൻ്റെ വോള്യൂം സെയിം ആണെങ്കിൽ, ഗ്യാസസിൻ്റെ വോള്യൂം സെയിം ആണെങ്കിൽ അവർക്ക് ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡാൾട്ടൺസ് ലോ, ആറ്റോമിക് മാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.